ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കേരള സദ്യയിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമായ ഓലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള മമ്പയറാണ്. അപ്പോൾ ഏത് ഓലിന് തയ്യാറാക്കുകയാണെങ്കിലും മത്തൻ വെച്ചിട്ടായാലും ചിരങ്ങ വെച്ചിട്ടായാലും ഒക്കെ അതിലേക്ക് മമ്പയർ വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇളവനാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് മമ്പയർ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മമ്പയർ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുതിർന്ന മമ്പയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഓലിന് വേണ്ട ഇളവന് ഞാനിവിടെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടി പോവരുത്. പിന്നെ നമ്മളിതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അല്പം വെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇളവൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയറും കൂടെ ചേർത്ത് കൊടുക്കാം. മമ്പയർ ഞാൻ വേവിച്ച് അതിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു. അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ഇല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്